ഹലോ, കുറേ നാളുകൾക്ക് ശേഷം ഞാനെൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കാൻ വന്നേക്കാണ്. അപ്പോൾ എന്തായാലും വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പൊറോട്ടയും ബീഫും കഴിക്കാനായിട്ടൊരാഗ്രഹം. അപ്പോൾ അനിയത്തിനോട് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു നമുക്ക് എന്തായാലും ബീഫ് കറി ഉണ്ടാക്കാം, അതുപോലെ പൊറോട്ട പാഴ്സലും മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് നമ്മുടെ വല്ലാറോടം പള്ളിയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്തുള്ള സ്കൂളിലാണ് കേട്ടോ ഞാനും അവളും 10 വരെ പഠിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വല്ലാറോടം ജംഗ്ഷനിൽ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അവിടെ ബീഫ് മേടിക്കുന്ന കട ഇന്ന് ക്ലോസ്ഡ് ആണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വൈപ്പിനി പോയിട്ട് മേടിക്കണം. അതിന് വേണ്ടി പോവുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയ ടൈമിൽ ചെറിയൊരു മഴയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കൊച്ചിനെ ഇളയ അനിയത്തിയുടെ അടുത്ത് ആക്കിയിട്ടാണ് പോന്നേക്കുന്നത്. ആളും നമ്മൾ റെഡിയായി പുറത്തോട്ട് പോകുന്നത് കണ്ടപ്പോൾ മുതൽ തന്നെ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തിരിച്ച് ചെല്ലണം. നല്ല രസമായിരുന്നു കേട്ടോ. വലിയൊരു മഴ കഴിഞ്ഞിട്ടുള്ളൊരു ഈ ഒരു ക്ലൈമറ്റിൽ വണ്ടി ഓടിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് പോകാനായിട്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലൈമറ്റിൽ ബജ്ജി കഴിക്കാനും സൂപ്പർ ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്ലാനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരെ വൈപ്പിനിൽ പോയി. നമ്മൾ ബീഫ് മേടിക്കാനാണ് ആദ്യം പോയത്. അപ്പോൾ ആ കടയിൽ ചെറിയൊരു തിരക്കുണ്ടായിരുന്നു. ചെറിയൊരു പോസ്റ്റ് കിട്ടിയായിരുന്നു. എന്നാലും പെട്ടെന്ന് സെറ്റാക്കി തന്നിട്ടോ കടയിലത്തെ ചേട്ടൻ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മല്ലികാർജ്ജുന ക്ഷേത്രമില്ലേ, അതിൻ്റെ ഓപ്പോസിറ്റുള്ള ബജിക്കടയിൽ നിന്ന് ബജിയും മേടിച്ചായിരുന്നു. അതുകൊണ്ട് നേരെ വല്ലാറോടം ജംഗ്ഷനിലുള്ള നമ്മുടെ എപ്പോഴും പൊറോട്ടയൊക്കെ മേടിക്കുന്നൊരു ഷോപ്പുണ്ട്. ആ ഷോപ്പിൽ വന്ന് പൊറോട്ടയും മേടിച്ച് നേരെ വീട്ടിലേക്ക് പോന്നു. ഇനി പെട്ടെന്ന് കറിയൊക്കെ സെറ്റാക്കിയിട്ട് വേഗം ഫുഡ് അടിക്കണം.